പഹൽഗാമിൽ ടൂറിസ്റ്റുകൾക്ക് നേരെ തീവ്രവാദികൾ ആക്രമണം നടത്തിയപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് പാകിസ്ഥാനെ കുറ്റപ്പെടുത്തി. ലോക മനസാക്ഷി പൂർണ്ണമായിട്ടും ഇന്ത്യക്ക് അനുകൂലമായിട്ട് നിന്നു. പാകിസ്ഥാൻ അനുകൂലമായിട്ട് നിൽക്കാൻ ഈ ലോകത്ത് അപൂർവത്തിലെ അത്യപൂർവം രാഷ്ട്രങ്ങൾ മാത്രമേ കൂട്ടാക്കൂ. അതിലൊന്ന് ചൈനയാണ്. ചൈന പോലും ഇത് ദൗർഭാഗ്യകരമായി പോയി എന്നാണ് പറഞ്ഞത്. പാകിസ്ഥാനെ അഭിനന്ദിക്കാൻ കൂട്ടാക്കിയില്ല. പാകിസ്ഥാനെ തോളത്ത് തട്ടി അഭിനന്ദിച്ച ഒരു രാഷ്ട്രമേ ഉണ്ട്. അത് തുർക്കി എന്ന് വിളിക്കുന്ന, ഇപ്പോൾ തുർക്കിയെ എന്ന് പേര് മാറ്റിയ രാജ്യമാണ്. ആ രാജ്യത്തിൻ്റെ ഭരണാധികാരി നമുക്കറിയാം, രജബ് തയ്യിബ് ഉർദുഗാൻ എന്ന് പറഞ്ഞ് നമ്മുടെ നാട്ടിലെ ജമാഅത്തെ ഇസ്ലാമിക്കാർക്ക് മറ്റുമൊക്കെ വളരെ പ്രിയങ്കരനായ ഒരു മനുഷ്യനാണ്. അദ്ദേഹം കറ തീർന്ന് ഇസ്ലാമിസ്റ്റാണ്. ആ പുള്ളിക്ക് പാകിസ്ഥാൻ്റെ ഈ പ്രവൃത്തി വളരെ അനുകരണീയവും അഭിനന്ദനാർഹവുമായിട്ട് തോന്നി. അത് കഴിഞ്ഞ് ഈ സംഘർഷം ആരംഭിക്കുന്ന സമയത്ത് പാകിസ്ഥാന് നേരത്തെ തന്നെ ആയുധങ്ങൾ കൊടുത്ത് സഹായിച്ച ഒരു രാഷ്ട്രമാണ് ചൈന. ചൈനയെ സംബന്ധിച്ചുള്ള അവരുടെ കച്ചവടത്തിൻ്റെ ഭാഗമാണ്. ലോകത്തെവിടെ പോയാലും കച്ചവടം വിജയിക്കണം എന്ന താല്പര്യമേ അവർക്കുള്ളൂ. ചൈനയെ കൂടാതെ പാകിസ്ഥാനെ അനുകൂലിച്ച ഒരു രാജ്യം തുർക്കിയാണ്. ഇപ്പോൾ ആ രാജ്യത്തിന് പേര് തുർക്കിയെ എന്നാക്കിയിട്ടുണ്ട്. പണ്ട് മുതൽ തുർക്കി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അവരുടെ പിന്തുണ തീർച്ചയായിട്ടും പാകിസ്ഥാന് കിട്ടി. പിന്നെ അസർബൈജാൻ എന്ന് പറഞ്ഞ പഴയ ഒരു സോവിയറ്റ് റിപ്പബ്ലിക് ഉണ്ട്. അവരും പാകിസ്ഥാനെ പ്രായണ പിന്താങ്ങി. ഇന്ത്യയിലേക്ക് മൂളിപ്പാഞ്ഞു പോകുന്ന ഡ്രോണുകളിലധികവും തുർക്കിയിൽ നിർമ്മിച്ചവയായിരുന്നു എന്ന് പിന്നീട് നമ്മുടെ സൈന്യം കണ്ടെത്തി. അതിൽ കുറേയൊക്കെ നിർവീര്യമാക്കി. ചെറിയ ദ്രോഹമൊക്കെ അവരെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ ചെയ്യാൻ കഴിഞ്ഞു എന്ന് ഇവർക്ക് അഭിമാനിക്കാം. ഏതായാലും പാകിസ്ഥാൻ്റെ ഏറ്റവും വലിയ സുഹൃത്ത് ഈ ഗഫൂർ കാ ദോസ്ത് എന്ന് പറഞ്ഞ പോലെ ഷെരീഫ് കാ ദോസ്ത് എന്ന് പറയുന്ന ഉർദുഗാനാണ്. ചൈന കച്ചവടത്തിൻ്റെ പേരിൽ ചെയ്തതാണ്. പിന്നെ ഇന്ത്യ നന്നാവുന്നതിനുള്ള കണ്ണിക്കടി കൊണ്ടും ആണെന്ന് വിചാരിക്കാം. നേരെ മറിച്ച് ഉർദുഗാന് ഇന്ത്യയോട് വിരോധത്തിന് പ്രത്യേകിച്ച് ഒരു കാരണമില്ല. മതപരമായ കാരണമല്ലാതെ വേറെ യാതൊരു കാരണവുമില്ല. വേറൊരു രീതിയിൽ പറഞ്ഞ ഇന്ത്യയും തുർക്കിയും തമ്മിലൊരു ബന്ധമുണ്ട്. ഈ തുർക്കുകൾ എന്ന് പറഞ്ഞ വിഭാഗം ഇപ്പോൾ നമ്മൾ കാണുന്ന സ്ഥലത്തല്ല അവരുടെ മാതൃദേശം. അവർ മധ്യേഷ്യയിൽ നിന്ന് വന്നവരാണ്. ഇവരിൽ ഒരു കൂട്ടർ ഇന്ത്യയിലേക്ക് പ്രവേശിച്ചു. അവരാണ് നമ്മുടെ നാട്ടിൽ ഈ അടിമ വംശം, ഖിൽജി വംശം, തുഗ്ലക് വംശം, ലോധി വംശം ഒക്കെ സ്ഥാപിച്ച സുൽത്താൻമാർ. അവർ തുർക്കികളാണ്. അതിനുശേഷം അതേ വഴിക്ക് തന്നെ വന്ന ആളുകളാണ്, അവരും തുർക്കികളാണ്, ഈ മുഗൾ സാമ്രാജ്യം സ്ഥാപിച്ചത്. ബാബർ തുർക്കുകാണ്, ഹുമയൂണും തുർക്കാണ്. പക്ഷേ ഹുമയൂണിൻ്റെ ശേഷം ഇവർ ഈ തുർക്കി ഭാഷ ഉപേക്ഷിച്ച് പേർഷ്യൻ ഭാഷയെ സ്വീകരിച്ചു. പിന്നീട് അവരുടെ കൊട്ടാര ഭാഷയും രാജ്യത്തിൻ്റെ ഔദ്യോഗിക ഭാഷയൊക്കെ പേർഷ്യനായിട്ട് മാറി. പേർഷ്യനും ഹിന്ദുസ്ഥാനിയും തമ്മിൽ യോജിച്ചിട്ടാണ് ഉറുദു ഭാഷ ഉണ്ടായത്. ഉറുദുവിൽ പേർഷ്യൻ്റെ സ്വാധീനം വളരെ കൂടുതലാണ്. അങ്ങനെ സ്വന്തം ഭാഷ ഉപേക്ഷിച്ച തുർക്കുകളാണ് മുഗൾ എന്ന പേരിൽ നമ്മുടെ നാട്ടിൽ അറിയപ്പെട്ടത്. അവർക്ക് യഥാർത്ഥത്തിൽ മംഗോളുകളുമായിട്ടൊരു ബന്ധമുണ്ടായിരുന്നില്ല, തുർക്കുകളാണ്. ഈ തുർക്കുകളിൽ തന്നെ ഒരു വിഭാഗമാണ് ഈ അബ്ബാസിയ സാമ്രാജ്യം തകർത്ത് അറേബ്യയുടെ ഭരണം പിടിച്ചെടുത്തത്. അതുമല്ലാതെ മൂന്നാമതൊരു വിഭാഗമാണ് ഏഷ്യ മൈനർ കീഴടക്കി അതിൻ്റെ അപ്പുറത്ത് കോൺസ്റ്റാന്റിനോപ്പിൾ വരെ എത്തി സമൃദ്ധമായിരുന്ന ബൈസാൻഡിയം കീഴടക്കി അവിടെ അവരുടെ സാമ്രാജ്യം സ്വീകരിച്ച ഒട്ടോമൻ ടർക്സ് എന്ന് പറയും. അവരുടെ പിന്തുടർച്ചക്കാരാണ് ഇപ്പോൾ തുർക്കി എന്ന പേരിൽ ആ സ്ഥലത്ത് ഭരണം നടത്തുന്നത്. ചരിത്രപരമായിട്ടത് ബൈസാൻഡിയമാണ്, തുർക്കിയല്ല. അപ്പോൾ അങ്ങനെയുള്ള ഈ തുർക്കി, ഇന്ത്യയും തുർക്കിയും തമ്മിലുള്ള ബന്ധം മനസ്സിലായി. ഈ തുർക്കികളുടെ വേറൊരു ബ്രാഞ്ചാണ് ഇന്ത്യ ഭരിച്ചത്. മറ്റൊരു ബ്രാഞ്ചാണ് ഇപ്പോൾ തുർക്കി ഭരിക്കുന്നത്. അതുപോലെ ഈ ബാൾക്കൻ ഉപദ്വീപിൽ പെട്ട സ്ഥലങ്ങളൊക്കെ അവരുടെ കീഴിലായിരുന്നു. ഗ്രീസ്, അൽബേനിയ, ബൾഗേറിയ, നമ്മുടെ സ്ലോവാക്യ, അതൊക്കെ ഇവർ ഈ തുർക്കികൾ പിടിച്ചെടുത്ത സ്ഥലങ്ങളാണ്. അങ്ങനെ തുർക്ക് സാമ്രാജ്യമൊക്കെ തകർന്ന് തരിപ്പണമായതിനു ശേഷം ഇപ്പോൾ അതൊരു മതേതര രാജ്യമായിട്ട് മാറിയിരിക്കുകയാണ്. 1922-23 മുതൽക്ക് കമാൽ അത്താതുർക്കിൻ്റെ കീഴിൽ ഇതൊരു മതേതര രാഷ്ട്രമായിട്ട് പരിണമിച്ചു. ഇപ്പോഴും പേരിൽ മതേതരമാണ്, പക്ഷേ ഭരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി കാറ്റഗറിയിൽപ്പെട്ട ആളാണ്, രജബ് തയ്യിബ് ഉർദുഗാൻ. അപ്പോൾ ഉർദുഗാന് പാകിസ്ഥാനോട് അടങ്ങാത്ത പ്രണയമാണ്. രണ്ടുപേരുടെയും മനസ്ഥിതി, കയ്യിലിരിപ്പ് ഒന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഇവരെ സഹായിച്ചത്. അതിൽ തെറ്റൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഈ മധ്യപൗരസ്ത്യ ദേശത്തെ അറബി രാജ്യങ്ങൾ ആരും തന്നെ ഇത്തവണ പരസ്യമായിട്ട് പാകിസ്ഥാന് പിന്തുണ പ്രഖ്യാപിച്ചില്ല. സൗദി അറേബ്യ ആവട്ടെ, ഖത്തറാകട്ടെ, ഇറാഖാകട്ടെ, ലെബനോനാകട്ടെ, അല്ലെങ്കിൽ ഈജിപ്റ്റാകട്ടെ, ആരും തന്നെ പാകിസ്ഥാന് അനുകൂലമായിട്ട് ഒരു ശബ്ദം പോലും പുറപ്പെടുവിച്ചില്ല.
പാകിസ്ഥാൻ പഹൽഗാം ആക്രമണം നടത്തിയപ്പോൾ അതിനെ അനുകൂലിച്ചില്ല. ഇന്ത്യ തിരിച്ചടിച്ചപ്പോൾ അതിനെ പ്രതികൂലിച്ചില്ല. അങ്ങനെ മൗനം സമ്മതം എന്ന രീതിയിൽ നമ്മുടെ സൈന്യം അവരെ അടിക്കുന്ന സമയത്ത് അത് ശരിയല്ല എന്ന് പറയാനായിട്ട് ഇവിടെ മാധ്യമത്തിനോ മീഡിയ വണ്ണ പോലും ധൈര്യം വന്നില്ല. അവർ പോലും ഈ പാകിസ്ഥാൻകാരെ തീവ്രവാദികൾ, ഭീകരവാദികൾ എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ ഉറുദുഖാന് യാതൊരു സംശയം ഉണ്ടായില്ല. പുള്ളി പാകിസ്ഥാനെ സഹായിച്ചു, ആയുധം കൊണ്ട് സഹായിച്ചു, അതുപോലെ പണം കൊണ്ട് ഒരുപക്ഷെ സഹായിച്ച് കാണാം. അപ്പോൾ ഇത് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ ഈ സംഘപരിവാരകാർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അവരിതിൻ്റെ ഉള്ളുകളികൾ ശരിക്കും മനസ്സിലാക്കിയിട്ടാണോ എന്ന് എനിക്കറിയില്ല. ഇവർ പിണറായി വിജയനെയും കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനെയും കുറ്റപ്പെടുത്തുകയാണ്. കാരണം എന്ന് വെച്ചാൽ 2023 തുർക്കിയിൽ ഭയങ്കരമായ ഭൂകമ്പം ഉണ്ടായി. ഈ ഭൂകമ്പം ഉണ്ടായ സമയത്ത് കേരള സർക്കാർ ഈ തകർന്നു പോയ തുർക്കിക്ക് ഒരു 10 കോടി റുപ്യ അനുവദിച്ചു. തുർക്കി അത്ര ദരിദ്ര രാജ്യമൊന്നുമല്ല. അവിടെ ആളുകൾ കോട്ട് സൂട്ടുമൊക്കെ ധരിച്ച് നടക്കുന്നവരാണ്. സ്ത്രീകളാണെങ്കിലും വളരെ പരിഷ്കൃതരാണ്. തലമറയ്ക്കുന്ന സ്ത്രീകൾ പോലും വളരെ കുറവാണ്. കാരണം മതേതര രാജ്യമുള്ളൂ. ഉറുദുഖാൻ വിചാരിച്ച പോലും ഒരു പരിധിക്കപ്പുറത്തൊന്നും നടക്കില്ല. അങ്ങനെയുള്ളതായ തുർക്കിക്ക് കേരളത്തിൽ നിന്നൊരു 10 കോടി അനുവദിച്ചു. ഭൂകമ്പമൊക്കെ കഴിഞ്ഞ് വളരെ കാലത്തിന് ശേഷമാണെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് അതിന് ക്ലിയറൻസ് കൊടുത്തു. പൈസ കേരളത്തിൻ്റെ ചെക്ക് തുർക്കി ക്യാഷ് ചെയ്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പിണറായി വിജയനെയും ഇടതുപക്ഷ സർക്കാരിനെ ആക്ഷേപിക്കാനായിട്ട് സംഘികൾ ഇതൊരു അവസരമായി വിനിയോഗിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഇത് പറയുമ്പോൾ എനിക്ക് ചിരിയാണ് വരുന്നത്. കാരണം എന്താ വെച്ചാൽ ഈ ഭൂകമ്പം ഉണ്ടായ സമയത്ത് തുർക്കിയെ ഐക്യരാഷ്ട്രസഭ സഹായിച്ചു, WHO സഹായിച്ചു, പിന്നെ അറബ് ലീഗ് സഹായിച്ചു, മറ്റു പലരും സഹായിച്ചു. പക്ഷേ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ കൊടുത്താരെന്നറിയാമോ? ഇന്ത്യ ഗവൺമെൻറ്റാണ്. ഇന്ത്യ ഗവൺമെൻറ് ഈ ഭൂകമ്പത്തിൽ തകർന്നു പോയ തുർക്കിയിലേക്ക് നിരവധി ടൺ മരുന്നുകൾ എത്തിച്ചു. ഡോക്ടർമാരെ അങ്ങോട്ട് അയച്ചു, വൈമാനികരെ അയച്ചു, സൈനികരെ അയച്ചു. തകർന്നു പോയ സ്ഥലങ്ങളിൽ പരിശോധന നടത്താനും ജീവന് വേണ്ടി മുറകളിൽ കൂട്ടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ രക്ഷിക്കാനും ഒക്കെ വേണ്ടിയിട്ട് ഇന്ത്യയുടെ സൈന്യം മാതൃകാപരമായ പ്രവർത്തനമാണ് അവിടെ കാഴ്ചവെച്ചത്. ഏറ്റവും ഗംഭീരമായ പെർഫോമൻസ് കാഴ്ചവെച്ചത് ഇന്ത്യൻ സൈന്യമായിരുന്നു. പിണറായി വിജയൻ്റെ 10 കോടിയൊക്കെ നിസ്സാരമല്ലേ. ഇന്ത്യൻ സൈന്യം വളരെ ശ്ലാഘനീയമായ പ്രവർത്തനമാണ് നടത്തിയത് എന്ന് പറഞ്ഞ് ഉറുദുഖാൻ അവർക്ക് ഒരു അപ്രീസിയേഷൻ ലെറ്റർ കൊടുത്തു. അതിപ്പോഴും ഒരുപക്ഷെ മിലിറ്ററി ഹെഡ്ക്വാർട്ടേഴ്സിൽ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ അത് കഴിഞ്ഞിട്ടാണ് ഉറുദുഖാൻ ഈ പരിപാടി കാണിച്ചത്. ഇതിന് മലയാളത്തിൽ വേറെ വാക്കുണ്ട്, ഞാനിപ്പോൾ അത് പറയുന്നില്ല, കേൾക്കുന്നവർക്ക് ആ സ്ഥലം ഫില്ലപ്പ് ചെയ്യാം. അതാണ് ഉറുദുഖാൻ. ഈ പ്രത്യുപകാരം മറക്കുന്ന പുരുഷൻ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന് പറഞ്ഞത് ഇവനെപ്പോലെയുള്ള എംപോക്കികളെ ഉദ്ദേശിച്ചിട്ടാണ്. തുർക്കിയുടെ പാരമ്പര്യം ഇതല്ല. തുർക്കിയുടെ പാരമ്പര്യം എന്ന് പറയുന്നത് ഐക്യരാഷ്ട്രസഭയിൽ ഇസ്രായേലിൻ്റെ പ്രമേയം പരിഗണനയ്ക്ക് വന്നപ്പോൾ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്ന പാരമ്പര്യമാണ്. ഇസ്രായേൽ രാഷ്ട്രത്തെ അംഗീകരിച്ച രണ്ടാമത്തെ മുസ്ലിം രാജ്യമാണ് തുർക്കി. ആദ്യത്തെ ഇറാനായിരുന്നു, രണ്ടാമത്തെ തുർക്കിയാണ്. അത്താതുർക്കിൻ്റെ മതേതര പാരമ്പര്യം ഉയർത്തിപ്പിടിച്ചിരുന്ന ഒരു രാജ്യമാണ് തുർക്കി. ആ വിശ്വാസത്തിലായിരിക്കും ഒരുപക്ഷെ ഇന്ത്യ ഗവൺമെൻറ് തുർക്കിക്ക് ഇങ്ങനെ കൈമൈ മറന്ന് ഇത്ര സഹായം ചെയ്തത്. ഈ പാല് കൊടുത്ത കൈക്ക് കടിക്കാന്ന് പറയില്ലേ, ആ പരിപാടിയാണ് ഉറുദുഖാൻ സാഹിബ് ചെയ്തിട്ടുള്ളത്. ഞാനിത് പറയുമ്പോൾ ദാവൂദ് ഒരുപക്ഷെ പുള്ളിക്ക് വിഷമം തോന്നും, എന്നാൽ പോലും സത്യവാദം. അപ്പോൾ ദാവൂദിൻ്റെയും ആളുകളുടെയൊക്കെ ചിന്താഗതി ഇത് തന്നെയാണ്. അവർക്ക് പിന്നെ ഇന്ത്യ രാജ്യത്തായോട് പ്രതിഷേധിക്കാനോ പ്രതികരിക്കാനോ പറ്റുകയില്ല. പോലീസുകാർ വീട്ടിൽ അന്വേഷിച്ചു വരും. ജാമ്യം കിട്ടാത്ത കേസ് വകുപ്പാണ്, ജയിലിൽ പോയിട്ട് വരും എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഇതാണ് സഖാവ് ഉറുദുഖാൻ എന്നുള്ളത് ഓർമ്മിക്കുക. ഈ കേരള ഗവൺമെൻറ് 10 കോടി കൊടുത്തതിന് ഞാൻ തെറ്റ് പറയുന്നില്ല. ഇന്ത്യ ഗവൺമെൻറ് പ്രത്യേകം രക്ഷാഭിമാനം അയച്ചാലും നമുക്ക് തെറ്റൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ പാമ്പിൻ്റെ പാൽ കൊടുത്തിയിടിൽ പാഞ്ഞു വന്ന് കടിച്ചിടും എന്ന് കുഞ്ചൻ നമ്പ്യാർ പറഞ്ഞത് ഉറുദുഖാൻ്റെ കാര്യത്തിൽ 100% അല്ല, 101% ശരിയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.